ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ വിഷു ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗെറ്റഡ് വിത്ത് മീ. രാത്രിയാണ് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ രാത്രിത്തെ കാണാം. അപ്പോൾ ഗെറ്റഡ് വിത്ത് മീ കാണാം. ഞാൻ വേഗം റെഡി ആവട്ടെ. സിമ്പിളായിട്ട് വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല. ബിക്കോസ് അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഞാൻ റെഡി ആകുമ്പോൾ. ഗൈസ് ഐബ്രോ ഫിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഐലൈനർ വരയണം. ഭയങ്കര ധൃതിയിലാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ടൊരു മസ്കാര, സമയം തീരെയില്ല. ഐലൈനറും ലിപ്സ്റ്റിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. അതിലൊന്നും എഴുതിയൊരു വൃത്തിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് രാത്രി ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുള്ളൂ. ഫോട്ടോസ് എടുക്കുമെന്നും കൂടി ആയില്ല. നമുക്ക് എന്തായാലും പോവാം. ഞാൻ കുറച്ച് എൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. നമ്മൾ പണ്ട് മുതലേ കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ഇളയതാണ് കേട്ടോ. ഇതാണ് ധൻവി എന്നാണ് പേര്. അത് ചീറ്റിപ്പോയി പൊട്ടുവാ ഇല്ല, അത് അങ്ങനെ ചീറ്റി പോകും ചിലത്. ഇല്ല, പുകയുന്നുണ്ട്. പിന്നെ എല്ലാവരും പടക്കം പൊട്ടിക്കുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അയോണിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഓള് പോയി കളഞ്ഞു. പിന്നെ എല്ലാവരും ഭയങ്കര പടക്കം പൊട്ടിക്കേണ്ട തിരക്കിലാണ് ഗൈസ്. ഇതെൻ്റെ ആൻറ്റിയാണ് ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുത്തു. അഭ്യാ നോക്കിയാട്ടെ, രണ്ടിനും ഒരുമിച്ച് കൊടുക്കാം. വേമ്പക്കഴിഞ്ഞേ ഇല്ല, അകത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അന്നത്തെ ദിവസം വിഷുവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പൊട്ടാസും പൊട്ടിച്ച് തീർത്തിട്ട് വന്ന് നിൽക്കുന്ന നിപ്പാണ് ഇത്. എല്ലാം ഒന്നും ഞാൻ പിടിച്ചില്ല, എനിക്ക് പേടിയാട്ടോ. കുറച്ചൊക്കെ ഞാൻ പിടിക്കും. പിന്നെ ഫുഡൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ബിരിയാണി തന്നെയാണ്. പിന്നെ നമ്മൾ കണി ഒരുക്കാൻ പോവാണ്. ഞാനൊന്നുമല്ല കേട്ടോ കണി ഒരുക്കുന്നത്. ഇതെൻ്റെ അമ്മയും അയോണിയും. അപ്പം എല്ലാവരും കണി ഒരുക്കാൻ വേണ്ടി ഇരിക്കുകയല്ല, ഞാൻ മാത്രം ഇരിക്കുകയാണ്. ഓരെല്ലാം കണി ഒരുക്കേണ്ട തിരക്കിലാണ്. പിന്നെ അയോണയ്ക്ക് വീഡിയോ എടുക്കാൻ നല്ല ഇഷ്ടമാണല്ലോ. നമ്മൾ ടേബിൾ മേലാണ് കണി വെക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണ വന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണല്ലോ. അപ്പോൾ ടേബിൾ മേൽ വെക്കാം. അയോണ അഥവാ കളിക്കുമ്പോൾ ഒക്കെ. ഇതെൻ്റെ അനിയൻ, അറിയാലോ. പിന്നെ നമ്മൾ കണി ഒരുക്കേണ്ട ഭയങ്കര തിരക്കിലാണ്. നമ്മളെന്ന് പറയുന്നത് എൻ്റെ
ഫാമിലി, ഞാനല്ല. ഇതെൻ്റെ അനിയൻ, അറിയായിരിക്കുമല്ലോ, ഞാൻ എല്ലാവരെയും കാണിക്കാറുണ്ട്. ബോളുണ്ട് പറ, ബോൾ കാണിച്ചു കൊടുക്കും. ബോളുണ്ട് പറ, ബോള് പറ. ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അറിയില്ല. ഓക്കെ. ഇതെൻ്റെ 2 അനിയന്മാർ. ഇവരൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ കണിയൊക്കെ ഒരുക്കി. ഇതൊക്കെ ഉള്ളൂ കേട്ടോ, നമ്മളെ കണിയൊക്കെ ഒരുക്കി. പിന്നെ ഈ നാളത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.